എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വർഷം നിലവിൽ വന്ന 587/2023 ഓഫീസ് അറ്റൻഡന്റ് റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ ഡെമോ റൊട്ടേഷൻ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ഈ വർഷത്തെ ഓഫീസ് അറ്റൻഡന്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു റാങ്ക് ലിസ്റ്റാണ്. കഴിഞ്ഞ വർഷത്തെ ഓഫീസ് അറ്റൻഡന്റ് റാങ്ക് ലിസ്റ്റിൽ 886 പേരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ 1582 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 1386 പേരും ഭിന്നശേഷി പട്ടികയിൽ 61 പേരടക്കം 3029 പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ 886 പേരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുവല്ലോ. ഇതിന്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 4/3/2024 അതിൽ 50 പേർക്കാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇതിൽ ഫ്രഷ് 28ഉം NJD 22 അടക്കം ടോട്ടൽ 50 പേർക്കാണ് ലാസ്റ്റ് അഡ്വൈസിൽ പോയിട്ടുള്ളത്. 4/3/2024 കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ആ അഡ്വൈസോട് കൂടി റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് അഡ്വൈസ് ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 4/3/2024 പോയ അഡ്വൈസ് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലെ 886 ആൾക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഈ ലാസ്റ്റ് അഡ്വൈസ് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റഡ് സിൻസ് നോ കാൻഡിഡേറ്റ് അവൈലബിൾ ഇൻ ദ മെയിൻ ലിസ്റ്റ്. മെയിൻ ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ മാത്രമേ സപ്ലി ലിസ്റ്റിന് വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് വന്നതിനു ശേഷം 1.5 വർഷം കൊണ്ട് തന്നെ ഈ ലിസ്റ്റ് എക്സോസ്റ്റ് ആവുകയും ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തതുകൊണ്ടായിരിക്കാം ഈ വർഷത്തെ ഓഫീസ് അറ്റൻഡന്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാളും ഡബിൾ ആയിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് പെട്ടെന്ന് തീർന്നു പോയതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള എല്ലാ ഒഴിവുകളും ലഭിക്കുക ഈ വർഷത്തെ ഓഫീസ് അറ്റൻഡന്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ്. കഴിഞ്ഞ വർഷത്തെ നിയമന നില നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 242 ആളും BC 242, NJD 394. വലിയ തോതിൽ NJD ലഭിക്കുന്ന ഒരു തസ്തികയാണ് ഓഫീസ് അറ്റൻഡന്റ് തസ്തിക. ഭിന്നശേഷി പട്ടികയിൽ നിന്ന് 15 പേരടക്കം ടോട്ടൽ 893 പേർക്കാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ പുതിയ ഓഫീസ് അറ്റൻഡന്റ് റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മൾ തയ്യാറാക്കിയ ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ടാണ് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ ഡെമോ റൊട്ടേഷൻ ചാർട്ട് നിങ്ങൾ നോക്കുന്നതിലൂടെ മൊത്തത്തിൽ ഏകദേശം എത്ര ഒഴിവുകൾ വരണം, നമ്മുടെ ഓരോരുത്തരുടെയും ഏകദേശം റാങ്ക് എത്താൻ എന്നത് ഈ മോഡൽ റൊട്ടേഷൻ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ നമുക്ക് മോഡൽ റൊട്ടേഷൻ ചാർട്ടിലേക്ക് പോകാം. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അതിൽ DA പെൻഡിങ് ഉള്ളതായി കണ്ടു. ആദ്യത്തെ 6 വേക്കൻസീസ് അവർക്കായിരിക്കും പോകുക. അതിനുശേഷം TPO പോയതിനു ശേഷം പിന്നെയാണ് ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നെല്ലാം റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഈ കാണുന്നതാണ് ഈ വർഷത്തെ ഓഫീസ് അറ്റൻഡന്റ് റാങ്ക് ലിസ്റ്റിന്റെ മോഡൽ റൊട്ടേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ റാങ്ക്, ഒന്നാമത്തെ കോളം റാങ്ക് ആണ്, അത് റൊട്ടേഷൻ പ്രകാരമുള്ള റാങ്ക് ആണ് വരുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഏത് റൊട്ടേഷനിലാണ് എന്നുള്ളതാണ്. മൂന്നാമത്തത് സപ്ലി നിന്നാണോ മെയിൻ ലിസ്റ്റിൽ നിന്നാണോ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ കോളത്തിൽ പറയുന്നത്. അടുത്തത് ആയിട്ട് 4ാമത്തെ കോളം എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കോളം മോഡൽ റൊട്ടേഷൻ പ്രകാരമുള്ള റാങ്കും 4ാമത്തെ കോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ റാങ്ക് ലിസ്റ്റിലെ അവരുടെ റാങ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും നെയിമും ഡീറ്റെയിൽസുമാണ്. ഇനി നമുക്ക് റൊട്ടേഷൻ ചാർട്ട് ഓരോന്നായി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ റാങ്ക് മുതൽ പരിശോധിക്കാം. ആദ്യത്തെ 6 വേക്കൻസീസ് പോയിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്കാണ്. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, മോഡൽ റൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. ഓരോരുത്തരും റാങ്ക് ലിസ്റ്റിലെ അവരുടെ റാങ്ക് വെച്ച് ഈ മോഡൽ റൊട്ടേഷൻ ചാർട്ട് പരിശോധിക്കാവുന്നതാണ്.
എല്ലാവരും ഇതൊരു മോഡൽ റൊട്ടേഷണൽ ചാർട്ടായി മാത്രമേ കണക്കാക്കാൻ പാടുള്ളൂ. ഈ റൊട്ടേഷണൽ ചാർട്ടിലും ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാലും വലിയൊരു മാറ്റം വരാനും സാധ്യതയില്ല. ഡിലീഷനും NJDയും ഒക്കെ വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ മോഡൽ റൊട്ടേഷൻ ചാർട്ടിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ മെയിൻ ലിസ്റ്റിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ടാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഈ മോഡൽ റൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. ഈ വർഷം വളരെ വലിയൊരു ലിസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ വലിയൊരു മോഡൽ റൊട്ടേഷൻ ചാർട്ടാണ് നമ്മുടേത്. ആയിരം വേക്കൻസികൾ വരുമ്പം തന്നെ മെയിൻ ലിസ്റ്റിലെ 800 റേഞ്ചിലുള്ള ആളുകളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഓരോരുത്തരും അവരുടെ റാങ്ക് വെച്ച് ഈ ലിസ്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാവുന്നതാണ്. ആയിരത്തി 500 ആളെ മോഡൽ റൊട്ടേഷൻ ചാർട്ടിൽ 1500ാമത്തെ റാങ്ക് വരുമ്പോൾ മെയിൻ ലിസ്റ്റിലെ 1225ാമത്തെ ആളാണ് പോയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെയിൻ ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ മാത്രമേ സപ്ലൈ ലിസ്റ്റിന് വാല്യൂ ഉള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് ആൾ അവസാനിക്കുന്നിടത്ത് നമ്മുടെ ലിസ്റ്റും അവസാനിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം വളരെ പെട്ടെന്ന് തന്നെ ലിസ്റ്റ് എക്സോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ വർഷം വളരെ വലിയൊരു ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വളരെയധികം ചാൻസ് ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
നമ്മുടെ ലിസ്റ്റിലെ 1582 പേരാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിൽ 1581 82ാമത്തെ ആളും മുകളിലെ റിസർവേഷൻ കാറ്റഗറി പോയിട്ടുണ്ട്. അങ്ങനെ 1581ാമത്തെ മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് ആൾക്കും നിയമനം ലഭിക്കണമെങ്കിൽ 1924 വേക്കൻസികൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ലിസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചതുകൊണ്ട് തന്നെ ആ ലിസ്റ്റിൻ്റെ ബാലൻസ് ഉള്ള വർഷങ്ങളിലെ വേക്കൻസികളെല്ലാം ഈ ലിസ്റ്റുകാർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുക. അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിലെ 1582 ആളും നിയമനം ലഭിക്കണമെങ്കിൽ 1924 ഒഴിവുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. എല്ലാവരും അവരവരുടെ റാങ്കുകൾ വെച്ച് ഈ മോഡൽ റൊട്ടേഷൻ ചാർട്ട് പരിശോധിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.